ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് പുറത്തോട്ട് നോക്കിക്കുമ്പോഴായിരിക്കില്ലേ നമ്മുടെ തലയ്ക്ക് മീതെ ഒരു ബൾബ് എത്തുന്നത്. ആ കത്തിയ ബൾബ് നോക്കി നിന്നപ്പോഴാണ് എൻ്റെ തലയ്ക്ക് മീതെ തൂങ്ങിക്കിടക്കുന്ന 2 ചട്ടി ഞാൻ കണ്ടത്. വേറെ ഒന്നുമല്ല, കുറച്ചാൾ മുമ്പ് ഞാൻ ഈ ടർട്ടിൽ വൈൻ നട്ടതാണ്. പക്ഷേ സംഭവം ഉണങ്ങിപ്പോയിട്ട് ഞാനിതുവരെ ആ ചട്ടി ഒന്നും മൈൻഡ് പോലും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് മണ്ണൊക്കെ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനൊന്നും ആലോചിച്ചില്ല, ആ മണ്ണിനെല്ലാം പുറത്തെടുത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് നനച്ചു കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, കുറച്ച് ടർട്ടിൽ വൈൻ പിന്നെ അതിൻ്റെ അകത്ത് നടാനാണ്. നമ്മൾ എത്ര നട്ടാലും ചട്ടിക്കകത്ത് ആ സംഭവം അങ്ങോട്ട് പിടിച്ചു വരത്തില്ല. അല്ലാത്തടത്തെല്ലാം കിളിച്ച് വരുന്നതാണ്. ഞാൻ നടാതെ കിളിച്ചതാണ് ഈ സംഭവം ഇവിടെ. പക്ഷേ ഈ ചട്ടിക്കകത്ത് എത്ര നടാൻ ശ്രമിച്ചിട്ടും ഉണങ്ങിപ്പോകുന്നതല്ലാതെ ഈ സാധനം അങ്ങോട്ട് പിടിച്ചു കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാമല്ലേ, നമ്മൾ വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതാണല്ലോ അതിൻ്റെ ഒരു ഇത്. പിന്നെ ഞാൻ വീണ്ടും അതുപോലെ തന്നെ കുറച്ച് ചട്ടിക്കകത്ത് മണ്ണൊക്കെ നിറച്ചിട്ട് നമ്മുടെ ടർട്ടിൽ വൈൻ ചുറ്റും നല്ല വൃത്തിയായി അടുപ്പിച്ച് നട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഈ വട്ടം കിളിച്ചില്ലെങ്കിലാണ്. പലയിടത്തും ഇങ്ങനെ ചട്ടിക്കകത്ത് ഇങ്ങനെ കുടം പോലെയൊക്കെ തൂങ്ങി കിടക്കുന്ന കാണുമ്പം എനിക്കും ആഗ്രഹം ഉണ്ട് നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ വേണമെന്ന്. പക്ഷേ സംഭവം എന്താ, ഞാൻ എത്ര നട്ടാലും കിളിക്കത്തില്ല. ഇനിയിപ്പം ഞാൻ നടുന്നോണ്ടാന്ന് പറയരുത്, എൻ്റെ കെട്ടിയവനും നട്ടു നോക്കിയതാണ്. ഞങ്ങൾ രണ്ടുപേരും നട്ടിട്ട് കിളിക്കുന്നില്ലടേ, എന്ത് ചെയ്യാനാ. അങ്ങനെ പിന്നെ നമ്മൾ സംഭവം എല്ലാം നല്ല വൃത്തിയായിട്ട് സംഭവം രണ്ടും ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. 2 ചട്ടിക്കകത്ത് നടുന്നൊന്നും കാണിച്ചിട്ടില്ല. കാരണം 2 ചട്ടിക്കകത്ത് നമ്മൾ ഒരേപോലാണല്ലോ നടുന്നത്. പിന്നെ നമ്മൾ നമ്മുടെ തൂക്കിയിടുന്ന സാധനമൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നിട്ട് സംഭവം തൂക്കിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കിളിക്കുമായിരിക്കുമല്ലേ. ഞാൻ എപ്പോഴും കറക്റ്റ് സമയത്തൊക്കെ വെള്ളം ഒഴിക്കുന്നതാണ്. ഇനിയിപ്പോൾ ആരും പറയണ്ട വെള്ളം ഒഴിക്കാഞ്ഞിട്ടൊക്കെയാണെന്ന്. വെള്ളമൊക്കെ ഒഴിക്കും. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കൂടെ ചെയ്യുന്നേ.